ഓടി ഒളിച്ചോ എന്നാണ് ചോദ്യം. ഓടി ഒളിച്ചു എന്നതാണ്, നിവൃത്തിയില്ലാതെ ഓടി ഒളിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് 56 ഇഞ്ചുള്ള നരേന്ദ്രമോദിയല്ലേ അറിയത്തുള്ളൂ. പകൽ സമയത്ത് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യാതെ ഇരുളു വീഴുമ്പോൾ എക്സ്പോസ്റ്റ് മാറ്റി ഇൻസ്റ്റാഗ്രാമിൽ പോയി ഒളിച്ച് പോസ്റ്റ് ഇടുന്ന മോദിയെ ആദ്യമായി തിരിച്ചറിഞ്ഞതാണ് നമ്മൾ. ആ മോദി ഒരു ഭീരുവാണ് എന്ന് തിരിച്ചറിഞ്ഞതാണ് ഈ സമരത്തിലെ ഒരു പ്രത്യേകത. എന്തുകൊണ്ടെന്ന് പറയാം. വൈലോപ്പിള്ളിയുടെ കവിതയിൽ പറയുന്നുണ്ടല്ലോ, എന്താണ് ചോര തുടിക്കും ചെറുകൈകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ കവിതയുടെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, എണ്ണീടാത്തൊരു പുരുഷായുസ് വെണ്ണീറാകും പുകയാകും എന്നുള്ളതാണ്. ഈ പുതിയ തലമുറ അവരുടെ കയ്യിൽ പന്തങ്ങൾ പിടിച്ചാൽ നമ്മൾ കൊട്ടിഘോഷിച്ചിരുന്ന പാരമ്പര്യങ്ങളും നമ്മൾ ഇതുവരെ കൊണ്ടുവന്ന ആഖ്യാനങ്ങളുമെല്ലാം വെണ്ണീറാകും പുകയാകും എന്ന് തെളിഞ്ഞ നിമിഷമാണ് കടന്നു പോകുന്നത്. ആരാണ് പാറ്റ? പാറ്റയെക്കുറിച്ച് വളരെ രസകരമായി നിർവചിച്ചിരിക്കുന്നത് നമ്മുടെ എഴുത്തുകാരി അരുന്ധതി റോയിയാണ്. ആ വാചകം കോട്ട് ചെയ്താൽ, ഒരു ന്യായാധിപനും ഒരു തമാശയും തമ്മിലുള്ള അപവിത്രമായ ബന്ധത്തിൽ പിറന്ന സന്തതികളാണവർ. ആ മനുഷ്യർ, ആ പുതിയ തലമുറയുടെ പ്രതീകമായിട്ടുള്ള മനുഷ്യർ, ന്യൂ ജൻ സി എന്ന് നമ്മൾ വിളിക്കുന്നവർ, അവരൊരു പുതിയ വ്യാകരണം ചമച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ വ്യാകരണം എന്തെന്ന് തിരിച്ചറിയാനാവാതെ, ആ വ്യാകരണത്തിൻ്റെ പൂട്ടുകളിൽ നിന്ന് പുറത്തു കടക്കാനാവാതെ കഴിഞ്ഞ 35 ദിവസങ്ങളിലായി വിയർക്കുകയായിരുന്നു മോദി സർക്കാർ. ഇന്നൊരു ഗത്യന്തരവുമില്ലാതെ 3 പ്രധാനപ്പെട്ട ഉപാധികളും അംഗീകരിച്ച് സമസ്തം കീഴടങ്ങിയിരിക്കുന്നു മോദി സർക്കാർ. നമ്മളിങ്ങനെ കേട്ടിട്ടില്ല. കഴിഞ്ഞ 12 വർഷങ്ങളിൽ മോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ സമ്മർദ്ദത്തിൻ്റെ ഫലമായി വലിയ രാജികളുണ്ടായിട്ടില്ല. ആകെ വന്നത് മീറ്റു ക്യാമ്പയിൻ്റെ ഭാഗമായി MJ അക്ബർ എന്ന് പറയുന്ന വിദേശകാര്യ സഹമന്ത്രി, അത് ഓർമ്മിക്കണം, സഹമന്ത്രി, മറ്റൊന്ന് ലഖിംപൂരിയിൽ തൻ്റെ SUV വാഹനം കർഷകരുടെ മേൽ പാഞ്ഞുകയറിയപ്പോൾ അജയ് കുമാർ മിശ്ര തേനി എന്ന് പറയുന്ന മറ്റൊരു സഹമന്ത്രി. ഈ 2 സഹമന്ത്രിമാരാണ് വലിയ സമ്മർദ്ദത്തെ തുടർന്ന് രാജിവെച്ചത്. പിന്നീടുള്ളത് സുരേഷ് പ്രഭുവിനെ പോലുള്ള റെയിൽവേ മന്ത്രിമാർ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് റെയിൽവേ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ചു. അതൊഴിച്ചു നിർത്തിയാൽ ഒരു പ്രധാനമന്ത്രിയും, പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും, അതും പിള്ളേരുടെ, ചെറുപ്പക്കാരുടെ, രാജ്യത്തിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് രാജിവെച്ചിട്ടില്ല എന്നതാണ്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ പോളിസി എന്ന് പറയുന്നത് നോ റെസിഗ്നേഷൻ പോളിസിയാണ്. അത് വ്യക്തമാക്കിയത് രാജ്നാഥ് സിംഗ് ആണ്. ഞങ്ങളുടേത് ആ രീതിയല്ല. പൊളിച്ചു കൊടുത്തു നമ്മുടെ ജൻസി. രാജിവെക്കേണ്ടി വന്നു 35ാമത്തെ ദിവസം, മറ്റൊരു വഴിയുമില്ലാതെ, ഗത്യന്തരമില്ലാതെ. എപ്പോഴാണ് രാജിവെച്ചെന്നറിയാമോ? ഇത് ധർമ്മേന്ദ്ര പ്രധാനിൽ നിന്ന് പ്രധാനമന്ത്രിയിലേക്ക് ഈ സമരം പോകുന്നുവെന്ന തോന്നലുണ്ടായപ്പോൾ തടി രക്ഷിക്കാൻ വേണ്ടിയാണ് മോദി സർക്കാരിന് ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് രാജിവെപ്പിക്കേണ്ടി വന്നത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇതുവരെയുള്ള ഈ സർക്കാരിൻ്റെ മുഴുവൻ പ്രവൃത്തികളും ഓഡിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമായി ഈ ജൻസി മാറുമായിരുന്നു. ഞാൻ ഈ ജൻസിയുടെ ഈ പോരാട്ടത്തെ നമ്മുടെ കടമ്മനിട്ട് എഴുതിയ കണ്ണൂർ കോട്ട എന്ന കവിതയുണ്ടല്ലോ, ആ കണ്ണൂർ കോട്ട എന്ന കവിതയിലെ വരികളുമായിട്ട് ഒന്ന് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 1976 അടിയന്തരാവസ്ഥയുടെ കാലത്താണ് ഈ കണ്ണൂർ കോട്ട എന്ന കവിത കടമ്മനിട്ട് എഴുതുന്നത്. എന്താണ് കടമ്മനിട്ട പറയുന്നത്? എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുക്കളാകും എന്നുള്ളതാണ്. നോക്കൂ, ജന്തർ മന്ദറിൽ തളച്ചിടാൻ ശ്രമിച്ചു ആരെ? ഈ പുതിയ ജനറേഷനെ. എന്നിട്ട് കോട്ടകൊത്തളങ്ങളിലിരുന്ന് ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചു. എല്ലാ തരത്തിലും അവിടെ മെട്രോകൾ അടച്ചു. നോക്കൂ, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ് വരെ 18 മെട്രോകൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. സുപ്രീം കോടതിയിലേക്ക് അഭിഭാഷകർക്ക് പോലും കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ 18 മെട്രോകൾ ഡൽഹിയുടെ ചലനത്തിൻ്റെ നാഡീഞരമ്പിനെ അറുത്തു. എന്നിട്ട് കോട്ടകൊത്തളങ്ങളിലിരുന്ന് ഈ മനുഷ്യർ ഇൻ്റർനെറ്റ് ഇല്ലാതെ, ഗതാഗത സംവിധാനങ്ങളില്ലാതെ, ഭക്ഷണമെത്തിക്കാനുള്ള സംവിധാനങ്ങളില്ലാതെ ജന്തർ മന്ദറിൽ കിടന്ന് ഈ മനുഷ്യരൊടുവിൽ നരകിച്ച് കടന്നുപോയിക്കൊള്ളുമെന്ന് അവർ കരുതി. പക്ഷേ ആ കോട്ടകൊത്തളങ്ങൾ എന്തായി മാറി? അധികാരത്തിൻ്റെ കോട്ടകൊത്തളങ്ങളെ പുരാവസ്തുക്കളാക്കി മാറ്റിയിട്ട് ആ ജന്തർ മന്ദറിലേക്ക് ആളുകളുടെ പ്രവാഹം വന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വലിയ സമരത്തിൽ ഞാൻ കണ്ട ഏറ്റവും ആകർഷകമായ ഒരു മേൽവിലാസമുണ്ട് ജന്തർ മന്ദറിന്. ആ മേൽവിലാസം സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും പേരറിയാത്ത മനുഷ്യർ ഇതിന് മേൽവിലാസമാണ്. എന്തായിരുന്നു ആ മേൽവിലാസം എന്നറിയാമോ? ടു എവരി വൺ ടു എവരിവെയർ ഇൻ ജന്തർ മന്ദർ എന്നുള്ളതാണ്. ജന്തർ മന്ദറിലുള്ള എല്ലായിടങ്ങളിലുമുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി ഭക്ഷണം വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ആളുകൾ കൊണ്ടുവന്നു. ഇനി ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരരുതേ എന്ന് പേരറിയാത്ത മനുഷ്യരുടെ അവർ അഭ്യർത്ഥിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ ഉഷ്ണത്തിൽ തളർന്നു കിടന്ന മനുഷ്യർക്ക് വീശിക്കൊടുക്കുന്ന സഹോദരങ്ങളെ കണ്ടു. ഭരണഘടനയിലെ സാഹോദര്യം, ഫ്രട്ടേണിറ്റി എന്ന വാക്ക് എഴുന്നേറ്റ് വന്ന് മനുഷ്യരൂപം പ്രാപിച്ചതുപോലെയുള്ള കാഴ്ചകൾ നമ്മൾ ജന്തർ മന്ദറിൽ നിന്ന് കാണാൻ സാധിച്ചു. നോക്കൂ, കവി
കാവ്യ പറയുന്നത് പോലെ ആ കോട്ട കൊത്തളങ്ങളിൽ ഇരുന്ന മനുഷ്യർക്ക് അസ്വസ്ഥത ബാധിച്ചു. ഗാന്ധി സ്മൃതിയിലേക്ക് രാഹുൽ ഗാന്ധിയും സംഘവും പോകാനിറങ്ങിയപ്പോൾ അവരുടെ കോട്ട കൊത്തളങ്ങൾ ഇളകി. അവർക്കറിയാം ഗാന്ധിയെ വീണ്ടും ഓർമ്മയിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ ഗാന്ധിയെ വധിച്ചവർക്ക് എതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ രൂപവും ഭാവവും മാറും. അവരുടെ കോട്ട കൊത്തളങ്ങൾ ഡൽഹിയിൽ മാത്രമല്ല ഇളകി തുടങ്ങിയത്, കേരളത്തിൽ, ബംഗാളിൽ നോക്കൂ. ഒരു കാലഘട്ടത്തിൽ ബംഗാളിലെ തെരുവിലേക്ക് ഇറങ്ങിയ യുവത്വം പോലെ വലിയ രീതിയിൽ ഈ യുവജനത തെരുവുകൾ നിറയാൻ തുടങ്ങി. പാറ്റ്നയിൽ നിന്ന് നമ്മൾ കണ്ട കാഴ്ച, അലഹാബാദിൽ നിന്ന് നമ്മൾ കണ്ട കാഴ്ച, രാജ്യമെമ്പാടും, ബംഗളൂരുവിൽ നമ്മൾ കണ്ട കാഴ്ച, രാജ്യമെമ്പാടും യുവത തെരുവിലേക്ക് ഇറങ്ങുന്നു. തെരുവിലിറങ്ങുന്നതിൻ്റെയും 10 മടങ്ങ് മനുഷ്യര് സോഷ്യൽ മീഡിയകളിലൂടെ പൂർണ്ണമായിട്ടും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ കൽപ്പടവുകൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പോലീസിൻ്റെ ലാത്തി കൊണ്ട് കെട്ടിപ്പടുത്ത വലിയ കോട്ട കൊത്തളങ്ങൾക്ക് മേൽ ഇന്റർനെറ്റ് നിങ്ങൾ നിരോധിച്ചിട്ടും ഡിജിറ്റൽ മീഡിയയുടെ സഹായത്തോടെ അവരുപയോഗിച്ചൊരു സാങ്കേതികവിദ്യയുണ്ട്, ബിറ്റ് ചാറ്റ് എന്ന് പറയുന്ന സാങ്കേതികവിദ്യ. ഈ പിള്ളേർ കണ്ടെത്തി നിങ്ങളുടെ കോട്ട കൊത്തളങ്ങളെ തുളയ്ക്കാൻ പോകുന്ന എല്ലാ ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യവും ഈ ന്യൂജൻ പിള്ളേർക്കുണ്ടായിരുന്നു. നിങ്ങൾക്കറിയുമോ, അവിടെ ബോംബെയിൽ ഒരു പോലീസുകാരൻ വന്ന് കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈ സമരത്തിനിറങ്ങിയാൽ നിങ്ങളുടെ ബാഗിൽ 50 ഗ്രാം പൊടി വെച്ച് തന്ന് നിങ്ങളെ അകത്തിടും, സിന്ദഗി ഖതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടികൾ എന്താ ചെയ്തതെന്നറിയാമോ? ഇത് പറഞ്ഞുകൊണ്ട് ആണോ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഫോൺ എടുത്ത് മുഴുവൻ കാര്യങ്ങളും ഷൂട്ട് ചെയ്തു. ഇന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥ സസ്പെൻഷനില്ല. സന്ദീപ് പാണ്ഡെ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചപ്പോൾ അത് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തതൊരു ജൻസിയാണ്. നിങ്ങൾ ഉയർത്തിയ കോട്ട കൊത്തളങ്ങളെ മറികടക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഈ ന്യൂജൻ പിള്ളേർ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ന്യായാധിപൻ അവിടെ നിന്ന് പറഞ്ഞു, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വീഡിയോസ്, ഇത്തരം വീഡിയോകളിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലാത്ത, നിങ്ങൾക്ക് കാണാൻ സമയമില്ലാത്ത വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കാൻ, ലോകത്തിന് വേണ്ടി പ്രദർശിപ്പിക്കാൻ അവരൊരു വെബ്സൈറ്റ് തുടങ്ങാൻ പോവുക. പുതിയ തലമുറ. ന്യായാധിപന് കാണാൻ താല്പര്യമില്ലായിരിക്കും, പക്ഷേ ഇന്ത്യക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. നേഷൻ വാണ്ട്സ് ടു സീ. നിങ്ങൾ കാണിക്കാതിരുന്ന എല്ലാ ഗോദി മീഡിയയും അവിടെ നിന്ന് എടുത്തപ്പോൾ റിപ്പോർട്ടർ ചാനൽ പോലെ, മലയാളത്തിലെ മറ്റു ചാനലുകൾ പോലെ പ്രാദേശിക ചാനലുകൾ അവിടെ പോയി അവർ ദൃശ്യങ്ങൾ പകർത്തി. അവരുടെ എല്ലാ ദൃശ്യങ്ങളും, പെല്ലറ്റ് ഏറ്റുവീഴുന്ന കുട്ടികളുടെ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ നമ്മുടെ റിപ്പോർട്ടർമാർ പകർത്തി ലോകത്തിന് മുന്നിലേക്ക് എത്തിച്ചു. BBC, ഗാർഡിയൻ, ഈ പറയുന്ന അൽ ജസീറ, എല്ലാ അന്തർദേശീയ മാധ്യമങ്ങളും ആ വാർത്ത ക്യാരി ചെയ്തു. ദേശീയ മാധ്യമങ്ങൾക്ക് ആ വാർത്ത ക്യാരി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു. നിങ്ങൾക്കറിയാമോ, ഗോദി മീഡിയയെ അവിടെ നിന്നവർ നിർത്തിപ്പൊരിച്ചു. ഗോദി മീഡിയയുടെ എല്ലാ അധികാരങ്ങളും അവർക്ക് മാറ്റേണ്ടി വന്നു. ഐഡൻറ്റിറ്റി പോലും മാറ്റിവെച്ച് മാത്രമേ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ കടമ്പനിട്ട കവി പറയുന്നത് പോലെ എല്ലാ കോട്ട കൊത്തളങ്ങളും പുരാവസ്തുവാകും. ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ആ ഒരു കോട്ടയിൽ നിന്നിറങ്ങുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ കോട്ട കൊത്തളം ഒരു പുരാവസ്തുവായിട്ട് മാറുന്നു. തീർന്നില്ല, വരിയുടെ രണ്ടാമത്തെ ഒരു ഭാഗം പറയുന്നുണ്ട്, എല്ലാ പീരങ്കിയും നിശബ്ദിച്ച് തുരുമ്പെടുക്കും എന്ന് പറയുന്നു. എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പെടുക്കും. നോക്കൂ, ഇവരെ നേരിടാൻ കൊണ്ടുവന്ന ആയുധം എന്താണെന്നറിയാമോ? ഈ ലാത്തിയുടെ അടിയിൽ ആണികൾ കൊണ്ടുവന്നിട്ടാണ് നേരിടാൻ വന്നത്. ഇനി ഈ ദൃശ്യങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. ഈ ദൃശ്യങ്ങളെല്ലാം സമാഹരിച്ച് നമ്മുടെ മുൻപിലേക്ക് വരാൻ പോകുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ രക്ഷിതാക്കൾ വളരെ വൈകാരികമായി ഇതിനോട് പ്രതികരിച്ചത്? അവരുടെ കൊച്ചുകുട്ടികളെ, ഈ പെൺകുട്ടികളെ അടക്കം അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് ലാത്തി കൊണ്ട് കുത്തുകയാണ്. മർദ്ദനോപകരണങ്ങളെ തുരുമ്പെടുക്കുന്ന രീതിയിലാണ് ഈ യുവജനത അതിനെ നേരിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവരാരും പോലീസുകാരെ അങ്ങോട്ട് പോയി, കല്ലേറുകളുണ്ടാവും, സ്വാഭാവികമായും പ്രതിരോധിക്കാൻ വേണ്ടി കല്ലേറുകളുണ്ടാവും എന്നതിനും അപ്പുറത്തേക്ക്. പക്ഷേ ഈ ന്യൂജൻ തലമുറ വളരെ പീസ്ഫുള്ളായ പ്രൊട്ടക്ഷനാണ് ആദ്യം തുടക്കം കുറിക്കുന്നത്. പിന്നീട് ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുന്നുണ്ട്, കല്ലേറുകൾ രണ്ടു ഭാഗത്തും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പോലീസുകാരുടെ കയ്യിലാണ് മർദ്ദനോപകരണം. ആ മർദ്ദനോപകരണവുമായി വരുന്ന പോലീസുകാർക്ക് നേരെ ഈ പുതിയ തലമുറയിലെ കുട്ടികളെ അടിക്കാൻ വരുമ്പോൾ, ജൂനിയർ പിള്ളേരെ അടിക്കാൻ വരുന്ന സമയത്ത് രണ്ടു കൈയും വിരിച്ചാണ് ഈ തലമുറ അതിനെ നേരിടുന്നത് എന്നുള്ളതാണ്. അത്രയും കമ്മിറ്റഡായ, അത്രയും ലോയലായ മനുഷ്യരെയാണ് കാണാൻ കഴിയുന്നത്. അവരുടെ മുന്നിൽ നിങ്ങളുടെ പീരങ്കികൾ നിശബ്ദമായി തുരുമ്പെടുക്കുക തന്നെ ചെയ്യും എന്നാണ്. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ സുൽത്താൻമാരും വെളിച്ചം കിടക്കാത്ത ഇരുളറയിലൂടെ ഒളിച്ചോടും എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ ഏത് സുൽത്താനാണ് പകൽ വെളിച്ചത്തിൽ പാർലമെന്റിന്റെ സഭ സമ്മേളിക്കുമ്പോൾ അതിനുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നിട്ടും ലോക്സഭയിൽ പോയി പ്രതിപക്ഷത്തെ നേരിട്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു മറുപടി കൊടുക്കാൻ ഭയന്ന് 56 ഇഞ്ചിന്റെ കരുത്തുമായിട്ട് നിൽക്കുന്ന ഒരു സുൽത്താൻ ഉണ്ടല്ലോ. ആ സുൽത്താൻ രാത്രിയാകുമ്പോൾ, ഈ 12 മണിയാകുമ്പോൾ അർദ്ധരാത്രിയുടെ മറവിൽ വന്ന്
ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് ചെറുപ്പക്കാരോട് പറയും, എൻ്റെ യുവ സുഹൃത്തുക്കളെ ഇന്ന കാര്യങ്ങൾ എണ്ണി പറയും. അത് 30 കോടി ജനങ്ങൾ ഷെയർ ചെയ്തു എന്നതിൽ അഭിരമിക്കും. തൊട്ടടുത്ത ദിവസവും വന്ന് അത് ഷെയർ ചെയ്തതിലുള്ള നന്ദി അറിയിക്കും. പക്ഷേ ഇന്ത്യക്ക് വേണ്ടത് പാർലമെൻറ്റിൽ സംസാരിക്കുന്ന, പകൽ വെളിച്ചത്തിൽ സംസാരിക്കുന്ന, കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ആളോടാണ്. എന്തേ സോനം വാങ്ചുക്കിനെ നേരിടാൻ പ്രധാനമന്ത്രിക്ക് ഭയം? എന്തേ അഭിജിത് ദീപ്കയുടെയും ഈ തലമുറയിലെ കുട്ടികളുടെയും മുന്നിൽ വന്നുകൊണ്ട് നേരിട്ട് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പറയാൻ പ്രധാനമന്ത്രിക്ക് ഭയം? എന്തുകൊണ്ട് ഇതുവരെയും ഇത്ര ദിവസമായിട്ടും പാർലമെൻറ്റിലേക്ക് പ്രധാനമന്ത്രിയെ കണ്ടില്ല? അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒരു ഭീരുവാണ് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തി. അത് തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് ഉറക്കച്ചടവില്ലാത്ത നമ്മുടെ കുട്ടികൾ ഇതെല്ലാം കൗതുകപൂർവ്വം നോക്കി നിൽക്കും. അതാണ് ആ കുട്ടികൾ. നോക്കൂ, 10 വയസ്സുള്ള കുട്ടി മുതൽ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വരികയാണ്. ഡൽഹിയിലേക്ക് പോയില്ലെങ്കിൽ നാണക്കേടാണ് എന്ന് തോന്നുന്ന ഒരു വികാരം ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്ന തലമുറയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സമരത്തെ വിജയിപ്പിച്ചിരിക്കുന്നത്. ഇത് ഒരു തുടക്കമാണ്. ഈ പുതിയ തലമുറയുടെ രാഷ്ട്രീയത്തിൻ്റെ വ്യാകരണം ഈ BJPക്ക് മനസ്സിലായിട്ടില്ല. കോൺഗ്രസിന് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതിന് വരും നാളുകളിൽ അറിയാൻ സാധിക്കും. പക്ഷേ നന്ദിപൂർവ്വം സ്മരിക്കേണ്ട ചിലരുണ്ട്. അത് ഈ കുട്ടികൾക്ക് നേതൃത്വം നൽകിയ, ഈ സംവിധാനത്തിൽ നേതൃത്വം നൽകിയ അഭിജിത് ദീപ്കയും സോനം വാങ്ചുക്കും സൗരവ് ദാസും അടക്കമുള്ള CJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളും അവർക്കൊപ്പം അണിചേർന്ന് നിന്നിരുന്ന പേരറിയാത്ത, ഊരറിയാത്ത മനുഷ്യരും ജന്തർ മന്ദറിലേക്ക് തളിച്ചുകൂടിയ പാർട്ടികൾ. അവരാണ് നമ്പർ 1. അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിറങ്ങിയ അഭിഭാഷക വൃന്ദമുണ്ട് സുപ്രീം കോടതിയിലെ. അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവുകളിലേക്ക് ഇറങ്ങിയ പേരറിയാത്ത മനുഷ്യരുണ്ട്. പിന്നീട് SFI എന്ന പ്രസ്ഥാനം, CPM എന്ന് പറയുന്ന പ്രസ്ഥാനം, പാർലമെന്റിനുള്ളിലും പുറത്തും കൊടുങ്കാറ്റായി മാറിയ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും. തീർച്ചയായിട്ടും ഇതിനകത്തൊരു ക്രെഡിറ്റ് അവർക്കും അവകാശപ്പെട്ടത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതൊരു ക്രെഡിറ്റിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വമാണ്. ഗാന്ധി സ്മൃതിയിലേക്ക് പോകാൻ അവർ തിരഞ്ഞെടുത്തത് അത് വലിയ രീതിയിൽ സമ്മർദ്ദമായി മാറിയതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിനൊരു പുതിയ മുഖം വന്നിരിക്കുന്നു. ആ പുതിയ മുഖം എന്ന് പറയുന്നത് ഈ ജെൻസിയുടേതാണ്. ആ ജെൻസിക്ക് ഒരുപാട് കപ്പാസിറ്റി ഉണ്ട് എന്നത് അവർ തെളിയിച്ചിരിക്കുന്നു. കാര്യം അവരെ സംബന്ധിച്ച് അവർ കെയർ ഫ്രീ, കെയർലെസ്നെസ് ഉള്ള മനുഷ്യരാണ്. പരമ്പരാഗതമായ ഒരു തരത്തിലുള്ള ആലങ്കാരികമായിട്ടുള്ള ഒരു കപടബോധവും അവർക്കില്ല എന്നുള്ളതാണ്. ദേ ആർ വെരി ജെനുവിൻ അറ്റ് ദ മൊമെൻറ്റ്. ഈ നിമിഷം അവർ വളരെ ജെനുവിനാണ്. ആ ജെനുവിനായ മനുഷ്യരെ നിങ്ങൾക്ക് നേരിടാൻ ബുദ്ധിമുട്ടാണ്. 3 പേരെ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗഭാക്കായി മാറിക്കഴിയുമ്പോൾ അതിൻ്റെ വ്യാകരണം മാറുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഒന്ന്, സ്ത്രീകൾ ഒന്നടങ്കം ഇറങ്ങി വോട്ട് ചെയ്താണ് UP 2ാം സർക്കാരിൽ നിന്ന് മോദി സർക്കാരിലേക്ക് അധികാരം കൊടുക്കുന്നത്. നോക്കൂ, അതേ സ്ത്രീകൾ തിരിച്ചു ചിന്തിച്ചപ്പോഴാണ് മോദി സർക്കാരിന് BJP കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താതെയാവുന്ന സാഹചര്യമുണ്ടായത്. ഇന്ത്യയിലെ സ്ത്രീകൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. രണ്ടാമത്തത് കർഷകർ. അത്ര എളുപ്പം കർഷകരുടെ തീരുമാനത്തെ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. അവരുടെ മുന്നിൽ തോറ്റിട്ടാണ് 3 പ്രധാനപ്പെട്ട കർഷക നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നത് മോദി സർക്കാരിന്. മൂന്നാമത്തതെന്ന് പറയുന്നത് ഈ ജെൻസി തലമുറയാണ്. നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ കണ്ടതുപോലെ അവർ കെയർ ഫ്രീ, കെയർലെസ്നെസ് ഉള്ള മനുഷ്യരാണ്. അവർ അത്രയും ജെനുവിനാണ്. ഫ്രം ദ ഹാർട്ടാണ് അവർ ഓരോ കാര്യങ്ങളും അവർ സമീപിക്കുന്നത്. ആ മനുഷ്യർ ഒരു മുദ്രാവാക്യം കണ്ടു. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ആ മുദ്രാവാക്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ നോക്കൂ, അവിടെ പൗരത്വ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഷഹീബാദിൽ വന്ന് ദാദിമാർക്കൊപ്പം സമരം ചെയ്തപ്പോൾ എന്താണ് ലേബൽ അടിച്ചു കൊടുത്തത്? ഉമർ ഖാലിദിന് അടിച്ചു കൊടുത്ത ലേബൽ എന്താ? രാജ്യദ്രോഹി എന്ന ലേബലാണ്. അത് കഴിഞ്ഞിട്ട് കർഷകർക്ക് അടിച്ചു കൊടുത്ത പേരെന്താ? ദേശദ്രോഹി എന്നാണ്. ആ ലേബലും ആ ചാപ്പയുമായി വന്നവർക്ക് നേരെ മലയാളത്തിലാണെങ്കിൽ അവർ ഒരു ബാനർ എഴുതി അങ്ങ് പിടിച്ചു. രാജ്യദ്രോഹി നിങ്ങളുടെ തന്ത, ദേശദ്രോഹി ബാക്കിയുള്ള നിങ്ങളുടെ തന്തമാർ. പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണെന്ന് എനിക്കറിയാം. അതാണ് ഈ ജെൻസി. ഭയക്കണം ഈ ജെൻസിയെ. അവരുടെ വ്യാകരണം മനസ്സിലാക്കാൻ കഴിയാതെ പോയാൽ ഇനിയും വിയർക്കും എന്നുള്ളത് തന്നെയാണ്. ഇതൊരു തുടക്കമെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഒരു അവസാനത്തിനുള്ള ആരംഭമായി കോൺഗ്രസും CPM-ഉം CJPയും അതിനെ കാണുന്നു. ഇനി ഓരോ വിഷയവും ജെൻസിയാൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. അത് ജനാധിപത്യത്തിൻ്റെ വസന്തകാലമാകുമെന്ന് എനിക്കുറപ്പാണ്. ഇതിൽ നമ്മൾ ഓർമ്മിക്കേണ്ട അഭിജിത് ദീപ്കയുടെ ഒരു മനോഹരമായ വാചകമുണ്ട്. ഏറ്റവും ഒടുവിൽ അഭിജിത് ദീപ്ക പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ ഹീറോയാക്കരുത്. ഒരാളെ നിങ്ങൾ ഹീറോ ആക്കിയതിൻ്റെ ഫലമാണ് ഈ നാടനുഭവിക്കുന്ന ഈ ദുരിതം എന്ന് അഭിജിത് ദീപ്ക പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും സുചിന്തിതമായ വാക്കാണ്. അതുകൊണ്ട് ഇത് അഭിജിത് ദീപ്കയുടെ വിജയമായി നിങ്ങൾ ആഘോഷിക്കരുത് എന്നാണ് അഭിജിത് ദീപ്ക പറയുന്നത്. അതാണ് ജെൻസി രാഷ്ട്രീയവും മോദി രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം. Meet the editors.